ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പുതിയ വീഡിയോ തരികയാണ്. ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാഗ് ഫ്രൂട്ടിനെ കുറിച്ചുള്ളതാണ്. അത് GAC ഫ്രൂട്ട് എന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഫ്രൂട്ട് വളരെ നല്ലതാണ്. കേരളത്തിൽ അതേക്കുറിച്ച് കൂടുതൽ പരിചയമൊന്നുമില്ല. എങ്കിലും ഈ ഫ്രൂട്ട് വിദേശത്തു നിന്ന് നമുക്ക് കിട്ടിയതാണ്. ഇത് നല്ല ഫ്രൂട്ടാണ്. ഇതിൻ്റെ ചെടി കേരളത്തിലും നന്നായിട്ടൊക്കെ വളരുന്നതാണ്. അപ്പോൾ അതെങ്ങനെ നടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ കയ്യിൽ ഈ കാണുന്നത് അതിൻ്റെ കുരുക്കളാണ്. ഇത് 24 മണിക്കൂറും ഈ വിത്ത് 24 മണിക്കൂറും നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം മാത്രമേ നടാവൂ. ഇത് ചകിരിച്ചോറ് മിക്സ് ചെയ്ത് ചകിരിച്ചോറും മണ്ണും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതാണ്. ചകിരിച്ചോറ് തന്നെയാണേലും കുഴപ്പമൊന്നുമില്ല. ഇത് നിറച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇതാണ് വിത്ത്. ഈ വിത്ത് നമ്മൾ ഇതിൻ്റെ മുകളിൽ പതുക്കെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരല്പം മണ്ണിട്ട് അവനെ ലെവലിയാക്കുക. അതിനുശേഷം അല്പം വെള്ളം തളിച്ച് ഇവനെ നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഏകദേശം ഇത് മുളച്ചു വരുന്നതിന് 1.5 മാസത്തോളം സമയം എടുക്കും. ഇതാണ് ആ കുരു മുളച്ച് വരുന്നതാണ്. ഏതാണ്ട് ഈ പ്രായത്തിൽ അത് നമുക്ക് നടാൻ പറ്റും. ഇത് നടുമ്പോൾ ഒരു തൈ മാത്രമല്ല നടേണ്ടത്. ഇതിന് 4-5 തൈകൾ നമ്മൾ ഒരുമിച്ച് നടണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ ആൺപൂ ഉണ്ടാകുന്നതിൽ ആൺപൂ മാത്രമേ ഉണ്ടാവൂ, പെൺപൂ ഉണ്ടാകുന്നതിൽ പെൺപൂ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ഏതാണ് ആൺപൂവ് ഏതാണ് പെൺപൂവ് എന്നുള്ളത് നമുക്ക് ഏതാണ് ആൺപൂവ് ഏതാണ് പെൺപൂവ് ഇവ ഉണ്ടാകുന്ന ചെടി ഏതാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ 4-5 ചെടികൾ ഒരുമിച്ച് നമ്മൾ നമ്മുടെ കൃഷിയിടത്തിൽ നടും. അതിനുശേഷം അതിൽ കായും അതുപോലെ തന്നെ പൂക്കളൊക്കെ ഉണ്ടായതിന് ശേഷമേ നമുക്ക് അതിൽ ആണും പെണ്ണും തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് 4-5 എണ്ണം നടണം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം. ഇത് ഞാൻ നട്ട ചെടിയാണ്. ഇത് നട്ടിട്ട് ഏകദേശം 6 മാസത്തോളമായി. ഇപ്പോൾ ഇതിൽ ഒരുവിധം നന്നായിട്ട് കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു ചെടിയിൽ 30 മുതൽ 60 വരെ. അത് നമ്മൾ വളമൊക്കെ കൊടുക്കുന്നതനുസരിച്ച് അല്പവും കൂടെ ചിലപ്പോൾ നമുക്ക് ഒരു 10-20 കായോടൊക്കെ കൂടുതൽ കിട്ടാം. അപ്പോൾ ഇതിന് പൊതുവെ 5 കളറ് പറയുന്നുണ്ട്. എന്നാലും മെയിനായിട്ട് നമുക്ക് കാണത്തക്ക രീതിയിൽ ഇതിൽ കളറുകൾ 3 എണ്ണം മാത്രമേ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുള്ളൂ. അതിൽ ഒന്നാമത്തെ കായാണ് നല്ല പച്ച നിറത്തിലുള്ളതാണ്. ആ പച്ച നിറത്തിലുള്ള കായ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ പച്ച നിറത്തിലുള്ള കായ്. ഇതുണ്ടായിട്ടിപ്പോൾ ഒരു 2 ആഴ്ചയോളമായിട്ടുണ്ട്. ഈ പച്ച നിറത്തിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ മുള്ളുകൾ ഇങ്ങനെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ അതുകൊണ്ട് കൂടുതൽ പ്രാണികളൊന്നും ഇത് ആക്രമിക്കില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ പച്ച നിറത്തിലുള്ള കായ് അല്പവും കൂടി വലുതായി ഇത് കളറ് പച്ച നിറത്തിൽ തന്നെ നിൽക്കുന്ന സമയത്ത് യെല്ലോ കളറിലേക്ക് മാറുന്ന ഒരു സമയമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ യെല്ലോ കളറിലുള്ള ഫ്രൂട്ട്. ഇതെല്ലാം യെല്ലോ കളറാണ്. യെല്ലോ കളറിലേക്ക് ആകുന്നേ ഉള്ളൂ. ഇതിലും നന്നായിട്ട് യെല്ലോ കളറാകും. അങ്ങനെ ഇത് രണ്ടാമത്തെ കളറാണ് ഈ യെല്ലോ കളർന്ന് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്.
ഇത് ഏകദേശം ഒരു ഒരു മാസം 1.25 മാസത്തോളം എടുക്കും ഇത് യെല്ലോ കളറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ യെല്ലോ കളറിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത കളറാണ് ഇതിൻ്റെ നല്ല റെഡിഷ് കളർ. ആ കളറ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ റെഡ് കളർ. റെഡ് കളറിലേക്ക് പ്യുവറായിട്ട് വന്നിട്ടില്ല, എന്നാലും അത് റെഡ് കളറിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ ഞെക്കി കഴിയുമ്പോൾ ഇതിങ്ങനെ പതുങ്ങുന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക്, ഇത് കണ്ട ഉള്ളിലേക്ക് ഇതുപോലെ പതുങ്ങുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഇത് നമുക്ക് പറിച്ചെടുക്കാം. ഇതിൻ്റെ അകത്തെ വിത്ത് പാകമായിട്ടുണ്ട്, അതുപോലെ തന്നെ ഇത് പറിക്കാനുള്ള പരുവത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 ദിവസത്തോടെ കഴിഞ്ഞാൽ ഇത് നമുക്ക് പറിക്കാം. അപ്പോൾ നല്ല കളറിൽ എത്തിയിരിക്കും, നല്ല റെഡിഷ് കളറ് ഇതിനുണ്ടാകും. ഇതാണ് ഇപ്പോൾ ഇതിൽ ഒരു 10-40ഓളം ഫ്രൂട്ട്സ് ഇതിലുണ്ട്. ഇതിലെല്ലാ കളറും ഉണ്ട്. റെഡും ഉണ്ട്, അതുപോലെ യെല്ലോയും ഉണ്ട്, ഇതാ ഗ്രീൻ കളറും ഉണ്ട്. ഇതാ റെഡിൽ കുറച്ചുകൂടി റെഡായ കളറാണിത്. ഉണ്ടാ ഇതിങ്ങനെ നമുക്ക് ഞെക്കിക്കഴിഞ്ഞാൽ അതങ്ങോട്ട് പതുങ്ങും, ഇതുപോലെ പാടുണ്ടാവും. ഇതുപോലെ പച്ച കളറിൽ എത്തിക്കഴിയുമ്പോൾ ഇതുണ്ടോ, ഇത് പച്ച കളറ്, ഇതല്പം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഈ പച്ച കളർ ഏതാണ്ട് ഇതുപോലെ വലുതാകുമ്പോൾ നമ്മളിത് പറിച്ച് ഇതിൻ്റെ മുകൾ ഭാഗം പതുക്കെ ചെത്തിക്കളഞ്ഞിട്ട് ഇത് നമുക്ക് കറി വയ്ക്കാവുന്നതാണ്. കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് പൊട്ടറ്റോയിലും അതുപോലെ തന്നെ ഈ വേറെ നമ്മുടെ പൊട്ടറ്റോ ഇതിനുള്ളിൽ ചേർത്ത് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കറിയാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ചതാണ്. ഈ ഫ്രൂട്ട്സ് ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആണുങ്ങൾക്കുണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അതുപോലെ തന്നെ കാർഡിയോ വാസ്കുലർ ഡിസീസ്, അങ്ങനെ ക്യാൻസർ പരമായിട്ടുള്ള പല രോഗങ്ങൾക്കും നല്ല ഔഷധ ഗുണമുള്ള സംഗതിയാണിത്. ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വക അസുഖങ്ങൾക്കൊക്കെ നല്ല കുറവ് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രികളിലാണ് കൂടുതലായി ഉണ്ടാകുന്നത്. ചൈന, ഇന്തോനേഷ്യ, വിയറ്റ്നാം, മലേഷ്യ മുതലായ രാജ്യങ്ങളിൽ ഇത് സുലഭമായി ഉണ്ടാകുന്നുണ്ട്. ഇന്ന് കാലത്ത് നമ്മുടെ ഇന്ത്യയിലും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലും ഇത് കൃഷി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പോളിനേഷൻ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പൂവുണ്ടായിക്കഴിഞ്ഞാൽ ആൺപൂവും പെൺപൂവും ഉണ്ട്. അപ്പോൾ അതിൽ പെൺപൂവിലേക്ക് ആൺപൂവ് നമ്മൾ എടുത്ത് പരാഗണം സ്വന്തമായിട്ട് ചെയ്യണം. എങ്കിലേ നമുക്ക് ഫ്രൂട്ട്സ് കിട്ടുകയുള്ളൂ. അല്ലാതെ നമുക്ക് ഫ്രൂട്ട്സ് ഇതിൽ നിന്നും കിട്ടുന്നതായിരിക്കില്ല. ഇതിൻ്റെ പൂവാണ്. ഈ പൂവ് ഇതിൻ്റെ ഉള്ളിൽ ഈ കാണുന്നത് ഇത് ആൺപൂവാണ്. അപ്പോൾ ഈ പൂവ് നമ്മൾ മറ്റൊരു പൂവിൽ, പെൺപൂവിലേക്ക് ഇത് പരാഗണം നടത്തണം. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് പെൺപൂവ്. പെൺപൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ കായുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കാണുക, ഈ പൂവ് എടുത്തിട്ട് ഈ പെൺപൂവിൻ്റെ ഈ കാണുന്ന ഭാഗത്ത് ഇവിടെ ഇതിങ്ങനെ മുട്ടിച്ചു കൊടുത്ത് ഇതിങ്ങനെ പരാഗണം നടത്തണം. എങ്കിലേ അത് കായ പിടിക്കുകയുള്ളൂ. ഈ വിത്തുകൾ നിങ്ങൾക്ക് നടുവാൻ സാധിക്കും. ഇത് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ സ്ഥലത്തും ഇത് നന്നായി ഉണ്ടാകുന്നതാണ്.
ഇതിന് വളം പ്രത്യേകിച്ച് നമ്മൾ ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവവളം മാത്രമേ ചേർക്കാവൂ. കാരണം നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിൽ ജൈവവളം ഏത് വളവും നിങ്ങൾക്ക് ചേർക്കാം. നല്ല വളത്തിൻ്റെ അനുസരിച്ച് ഈ കായ്ക്ക് ഇതിലും ചിലപ്പോൾ മുഴുപ്പ് കൂടുതൽ കിട്ടുന്നതാണ്. മാക്സിമം ചില സ്ഥലങ്ങളിലൊക്കെ 1/2 കിലോ തൊട്ടും 1 കിലോ വരെയുള്ളതൊക്കെ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും എനിക്കങ്ങനെ അത് കിട്ടിയിട്ടൊന്നുമില്ല. ഞാൻ ഇതിന് ജൈവവളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഏതെങ്കിലും തരത്തിൽ ഇതിന് എന്തെങ്കിലും വേറെ രീതിയിൽ പ്രയോഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് മുഴുത്ത് വരാം. പക്ഷേ അതൊന്നും ഞാൻ ഇതുവരെയും ചെയ്തിട്ടൊന്നുമില്ല. ഏതാണ്ട് ഒരു 300 ഗ്രാം വരെ ഉള്ളത് എനിക്ക് എൻ്റെ ഈ പ്ലാന്റിലുണ്ടായിട്ടുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ.